ഗൈസ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് കേസുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം കേട്ടോ. ഞാൻ ഐഫോണിൻ്റെ കുറേ കേസുകൾ ഉപയോഗിക്കാറുണ്ട്. എനിക്ക് എല്ലാ തവണയും അയച്ചു തരുന്ന ഒരു ബ്രാൻഡുണ്ട്, റിംഗെ എന്ന് പറയുന്ന ബ്രാൻഡാണ്. പേഴ്സണലി എനിക്ക് ഇവരുടെ കേസുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലൈക്ക് ഇന്ത്യയിൽ നിങ്ങൾക്ക് കിട്ടാവുന്നുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കേസുകൾ ഉണ്ടാക്കുന്ന റിംഗെ തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. ഒരു പ്രൊമോഷണൽ സംഭവമായിട്ട് നിങ്ങൾ എടുക്കേണ്ട കേട്ടോ. എല്ലാ തവണയും ഞാൻ ഇതുപോലെ കേസുകൾ എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് തന്നെയാണ് കൊടുക്കാറുള്ളത്. അത് ഇത്തവണയുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കേസുകൾ വേണമെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ റാൻഡമായിട്ടുള്ള ആളുകൾക്ക് ഈ കേസുകൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇനി ഗിവ് അവേ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ringe.co.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു കേസുകൾ വാങ്ങിക്കാനും പറ്റും. ഈ കേസുകൾ ഞാനിന്ന് നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ എൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഏതൊക്കെയാണ് കേസുകൾ എന്നുള്ളത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാനും പറ്റും കേട്ടോ. ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കേസുകളാണ്. ഇതെന്ന് പറയുന്നത് ഫ്യൂഷൻ എക്സ് എന്ന് പറയുന്നതാണ് കേട്ടോ അവരുടെ. ഈ ഒരു കേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റിനുമായിട്ട് നമുക്കിവിടെ ഇമ്പാക്റ്റ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണിൻ്റെ കളറും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ലോഗോ ഒക്കെ കാണിക്കണമെങ്കിൽ ഇതാണ് അതിന് പറ്റിയ കേസ് കേട്ടോ. നല്ല ഇമ്പാക്റ്റ് പ്രൊട്ടക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്ലൈറ്റ്ലി ബമ്പും കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ തറയിൽ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ലെൻസും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. പിന്നെ ഈ ഒരു പാർട്ടും കവേർഡാണ് കേട്ടോ. ലൈക്ക് ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ആയിരിക്കേണ്ടതെന്നുണ്ടെങ്കിലും ഈ ഒരു കേസ് നിങ്ങൾക്ക് വളരെയധികം യോജിക്കും. ഗൈസ് നമ്മുടെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ കേസാണ് കേട്ടോ. പേഴ്സണലി നിങ്ങൾക്ക് ഇപ്രാവശ്യം ഓറഞ്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു കേസാണ് ഇതെന്ന് പറയുന്നത്. ഇത് ഫുള്ളി സിലിക്കൺ ആയിട്ടുള്ളൊരു കേസാണ്. പക്ഷേ നോർമലി നമ്മൾ കാണുന്ന ഒരു ഓഫ് ബ്രാൻഡ് സിലിക്കൺ കേസ് അല്ല, ഇതൊരു ലിക്വിഡ് കേസ് സിലിക്കൺ ആണ്. അതായത് ഇത് വളരെ പ്ലഷാണ് പിടിക്കാൻ വേണ്ടിയിട്ട്. അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാക്സ് സേഫിൻ്റെ ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അകത്തും കുറച്ചുകൂടി ഒരു വെൽവെറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ വെച്ച് നമ്മുടെ ഫോണും കുറേ അധികം പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ ആ ഒരു ഐഫോൺ ആ ഒരു അത്രത്തോളം കോൺട്രാസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് അല്ല, കുറച്ചുകൂടി ഒരു ടാൻജി ആയിട്ടുള്ളൊരു ഓറഞ്ചാണ്. അതുകൊണ്ട് കാണാൻ വളരെ അടിപൊളിയായിട്ടുള്ളൊരു കേസും കൂടെയാണ് കേട്ടോ ഇത് കുറച്ചുകൂടി ഒരു സോഫ്റ്റ്വെയർ ലുക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതും നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ അടുത്ത കേസ് എന്ന് പറയുന്നത് ഫ്യൂഷൻ മാറ്റ് ക്ലിയർ കേസാണ് കേട്ടോ. ഇത് ഫുള്ളി ക്ലിയർ ആയിട്ടുള്ളൊരു കേസാണ്. ലൈക്ക് നമ്മുടെ ഈ ഒരു ലോഗോ വരുന്ന പാർട്ട് മാത്രം ഒരു മെയ്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കാണാൻ വേണ്ടിയിട്ടൊരു വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കേസ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് പിന്നെ യെല്ലോ ഇഷ്യൂ ഒന്നും ആവുന്ന കേസല്ല കേട്ടോ. അത്തരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യെല്ലോ ഇഷ്യൂ ഒന്നും ആവില്ല. ഒരു ക്ലിയർ ട്രാൻസ്പെറൻറ്റ് കേസാണ്. നല്ല ക്വാളിറ്റിയോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഹാർഡ് കേസ് അല്ല, നമുക്ക് ഹാർഡ് കേസായിട്ട് തോന്നുന്നതാണ് കേട്ടോ. ലൈക്ക് നമുക്കിത് ഒടിക്കാനും മടക്കാനൊക്കെ പറ്റും. ഒരു ഹാർഡ് കേസ് ഫീല് നൽകും. പക്ഷേ ഇത് വളരെ കുഷനിങ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അടുത്തതെന്ന് പറയുന്നത് ഒനിക്സ് കേസാണ് കേട്ടോ. ഒനിക്സ് കേസ് ഇത് വന്നിട്ട് നമ്മുടെ പ്രോമാക്സിൻ്റെ കേസാണ്. ഈ ഒനിക്സ് കേസിനൊരു ക്യാമൽ ഫോഷ് ഡിസൈനാണ് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഇതും ലൈക്ക് കണ്ടില്ലേ, വളരെ പ്ലഷ് ആയിട്ടുള്ളൊരു സിലിക്കോൺ മെറ്റീരിയൽ തന്നെയാണ് ഇതിനും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്യാമൽ ഫോഷ് ഡിസൈൻ എന്ന് പറയുന്നത് ടോട്ടലി ഫുള്ളായിട്ട് ഇതിൻ്റെ ബാക്ക് കവർ ചെയ്തിരിപ്പുണ്ട്. നമ്മുടെ ക്യാമറ കമ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ബാക്ക് സൈഡ് മൊത്തത്തിലൊരു ക്യാമൽ ഫ്ലോഷ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും വളരെ അടിപൊളി കേസാണ്. ഇതിനകത്തെല്ലാം ബ്രാൻഡിങ്, റിംഗയുടെ ബ്രാൻഡിങ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഒരു സ്ലിം ഫീലും ഈ ഒരു കേസ് നൽകും കേട്ടോ. അടുത്ത കേസ് എന്ന് പറയുന്ന അലസ് എന്ന് പറയുന്ന ഒരു കേസാണ് കേട്ടോ. ഇത് ഈ റിംഗയുടെ ഇതിൽ തന്നെ ഒരു പുതിയതായിട്ട് അവർ ചെയ്തിട്ടുള്ളൊരു കേസാണ്. ഈ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുറച്ചുകൂടെ റഗ്ഗഡ് ഫീല് തോന്നിക്കുന്ന തരത്തിലുള്ള കേസാണ് കേട്ടോ. അതായത് കുറച്ചുകൂടെ വളരെ ബൾക്കി ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫോണ് കാണുമ്പോൾ തന്നെ ഒരു റഗ്ഗഡ് ഫീല് തരുന്ന തരത്തിലാണ്. ഇവിടെ ആയിട്ട് അത്തരത്തിലുള്ളൊരു മെറ്റീരിയലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സെപ്പറേറ്റ് സ്വിച്ച് മെറ്റീരിയലൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വളരെയധികം വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു ഫോണിന് കൊടുക്കുന്ന പോലുള്ളൊരു ഡിസൈനിങ് രീതികളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബാക്കിലായിട്ട് ഇവിടെ നല്ലൊരു ABS പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു റിങ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ. ലൈക്ക് നമുക്ക് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ, ലൈക്ക് നമുക്കൊരു ഗ്രിപ്പിനും ഈ ഒരു സംഭവം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു റഗ്ഗഡ് ഫീലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇതാണ് ഓപ്റ്റ് ചെയ്യേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വന്നിട്ട് നമ്മുടെ ഫ്യൂഷൻ എക്സിൻ്റെ തന്നെ പ്രോയുടെ കേസാണ് കേട്ടോ. ഈ ഒരു പ്രോയുടെ ഫ്യൂഷൻ എക്സ് കേസും ഇതും മറ്റേ രീതിയിലുള്ളൊരു ക്യാമഫ്ലോജ് ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇവിടെ ഒരു ക്യാമഫ്ലോജ് ഡിസൈൻ കൊടുത്തിരിക്കുന്ന ഒരു സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഒരു ക്യാമഫ്ലോജ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ടോപ്പ് ക്യാമറ കമ്പാർട്ട്മെൻറ്റിൽ ആ ഒരു സംഭവം കൊടുത്തിട്ടില്ല. പക്ഷേ ഒരു റഗ്ഗഡ് ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു കേസ് ഉള്ളത് കേട്ടോ. ഇതിൻ്റെയും കോർണേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു
എയർ പോക്കറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. തറയിൽ വീഴുന്ന സമയത്ത് നമ്മുടെ ഫോണിലേക്ക് അധികം ഇമ്പാക്റ്റ് വരാത്ത രീതിയിലാണ് കേട്ടോ അതും കൊടുത്തിട്ടുള്ളത്. ഓവറോൾ അടിപൊളി ലുക്കാണ് ഇതിടുന്ന സമയത്തും. അപ്പോൾ ഇവിടെ ആയിട്ട് ഇതിൻ്റെ കവർ കാര്യങ്ങൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ, സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടി. ഞാനത് റിമൂവ് ചെയ്യുന്നില്ല, ആർക്കെങ്കിലും അത് കിട്ടുന്ന സമയത്ത് അത് സ്ക്രാച്ച് ആവാതെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ചുകൂടി ഒരു ട്രാൻസ്പെറൻറ്റ് രീതിയിലാണ് ഈ സംഭവം വരുന്നത്. UX മാഗ്നറ്റിക് കേസ് ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് മാക്സേഫ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കേസുകളും അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നേരത്തെ കാണിച്ച ക്യാമറ ഡിസൈനിലൊക്കെ വരുന്നതിന് മാക്സേഫ് സപ്പോർട്ടില്ല. പക്ഷേ ഈ ഒരു കേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാക്സേഫ് സപ്പോർട്ട് വളരെ പ്രോമിനൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാൻ വേണ്ടിയിട്ട് മുട്ടൽ ലുക്കാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ആ ഒരു സൈഡ് സ്റ്റാൻഡിൻ്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ളൊരു കേസാണ്. നമുക്ക് ഇതുപോലൊരു സാധനം മാർക്കറ്റിൽ കിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റിക്ക് എന്ന് പറയുന്നത് വേറെ ലെവലിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മാഗ്നറ്റിക് പ്രോമിനൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാഗ്നറ്റിക് അല്ലെങ്കിൽ മാക്സേഫ് ആക്സറീസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല ഹോൾഡായിരിക്കും ഈ സാധനത്തിന്. അപ്പോൾ അത്തരത്തിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാണാൻ വേണ്ടിയിട്ടും അടിപൊളി ലുക്കാണ് ഈ സാധനം. സെയിം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫ്യൂഷൻ എക്സിൻ്റെ തന്നെ ഒരു മാഗ്നറ്റിക് കേസ് ഉണ്ട് കേട്ടോ. ഫ്യൂഷൻ എക്സിൻ്റെ തന്നെ ഒരു മാഗ്നറ്റിക് കേസ് ഉണ്ട്. ഇതിനകത്ത് തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കേസാണ്. നേരത്തെ കണ്ട നമ്മൾ ഫ്യൂഷൻ എക്സ് ആദ്യം പരിചയപ്പെട്ടതിൽ ഈ ഒരു മാഗ്നറ്റിക് ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻസും സെലക്ട് ചെയ്യാം. ഈ ഒരു മാക്സേഫ് വരുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം, മറ്റതും സെലക്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് ക്ലിയർ ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആദ്യം കണ്ടതെടുക്കാം. മാക്സേഫ് ആക്സസറീസും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം കേട്ടോ. ബാക്കിയെല്ലാം സിമിലർ തന്നെയാണ്. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കേസ് റിങ്കയുടെ കേസ് തന്നെയാണ്. ഇത് നമ്മുടെ എയറിന് വേണ്ടിയിട്ടുള്ള കേസാണ് കേട്ടോ. ഈ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട സിലിക്കോൺ, അതായത് ലിക്വിഡ് സിലിക്കോൺ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കേസാണ്. ഇത് ഡെഡിക്കേറ്റഡ് ഫോർ എയർ ആണ് കേട്ടോ. അല്ലേ, ഇതൊരു ലുക്കായിരിക്കും വരുന്നത്. പക്ഷേ ഈ ഒരു കേസ് കുറച്ച് ബിറ്റ് ബൾക്കി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ലൈക്ക് എയറിന് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഒരു സ്ലിമ്മർ പ്രൊഫൈലാണ് ഞാൻ ഓപ്റ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് അധികം യൂസ് ചെയ്യാത്തത്. പക്ഷേ സംഭവം അടിപൊളിയാണ്, നീറ്റാണ്, ക്ലീനാണ്. പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആണ് കേട്ടോ. പിന്നെ ഇനി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളത് റിങ്കയുടെ 65 വാട്ട്സിൻ്റെ ഗ്യാൻ ചാർജറും എനിക്ക് ഈ ഒരു ബോക്സിനോടൊപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലൈക്ക് നിങ്ങൾ ഐഫോണൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒരു ചാർജർ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇത് ഐഫോണിന് മാത്രമല്ല, ലൈക്ക് നിങ്ങൾ മാക്ബുക്കൊക്കെ ഓൾറെഡി ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടിനും കൂടെ ഒരു ചാർജറായിട്ടൊരു സംഭവം നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റിങ്കയുടെ ഗ്യാൻ ചാർജർ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ മുമ്പ് ഒരു USB വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്പീഡ് തരുന്നൊരു USB A പോർട്ടാണ്. അതോടൊപ്പം തന്നെ 30 വാട്ട്സിൻ്റെ ഒരു ടൈപ്പ് C പോർട്ടും 65 വാട്ട്സിൻ്റെ ഒരു പോർട്ടും കൊടുത്തിട്ടുണ്ട്. 30 വാട്ട്സിൻ്റെ USB A പോർട്ടും 65 വാട്ട്സിൻ്റെ 2 USB C പോർട്ടുമാണ് കേട്ടോ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒറ്റ ചാർജറിൽ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഹൈ പവേർഡ് ആയിട്ടുള്ള ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാൻ ചാർജറാണ്. അതുകൊണ്ടാണ് സൈസും ഇത്ര ചെറുത് കേട്ടോ. ഗാലിയം നൈട്രേറ്റ് ചാർജറാണ്. ഈ ഒരു കുട്ടി സൈസിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അതും ടോപ്പ് നോച്ച് ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം അവർ എനിക്ക് ആക്സസറി ആയിട്ട് തന്നിട്ടുള്ള മറ്റൊരു സംഭവം കൂടിയുണ്ട്. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കേബിളാണ്. ഇത് USB 3.2 കേബിളാണ് കേട്ടോ. 90 ഡിഗ്രി കേബിളാണ്. ഗെയിം കളിക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെട്ടൊരു കേബിളാണ്. ഇതിൻ്റെ കുറച്ച് ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അൾട്രാ ഫാസ്റ്റ് ചിപ്പ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ 4K UHD 60 Hz റെസൊല്യൂഷനിൽ നമുക്ക് ഡിസ്പ്ലേ പോർട്ട് കേബിളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനകത്ത് പിന്നെ ബാറ്ററി പ്രൊട്ടക്ഷൻ്റെ ചിപ്പും ഈ ഒരു കേബിളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് നിങ്ങളുടെ ചാർജർ നമുക്ക് നോർമലി പ്രൊട്ടക്ഷൻ തരാറുണ്ട്. ഇനി അതും ബൈപ്പാസ് ചെയ്ത് നമ്മളുടെ കേബിളിലേക്ക് വന്നു കഴിഞ്ഞാൽ കേബിൾ നമുക്കൊരു തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ തരും കേട്ടോ. ഈ ഒരു കേബിളിൻ്റെ ക്വാളിറ്റി നോക്കിയേ, ആ ഒരു കേബിളിൻ്റെ സൈസ് തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെന്തുമാത്രം അടിപൊളി കേബിളാണെന്ന് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി. ഏതാണ്ട് 20 GB/s ഇതിൻ്റെ ട്രാൻസ്ഫർ സ്പീഡൊക്കെ പറയുന്നത്. ഇതിപ്പോൾ ഗെയിം കളിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു 90 ഡിഗ്രി കേബിൾ ആയതുകൊണ്ട് തന്നെ ഉണ്ടോ, നമുക്ക് ഈ ഒരു പ്രശ്നം വരത്തില്ല. ലൈക്ക് നോർമലി പിടിക്കുന്ന പോലെ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ അത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർജിങ് കേബിളാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഇതിൽ നമ്മുടെ കേസുകളെല്ലാം നിങ്ങൾക്ക് ഞാൻ ഗിവ് അവേ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, താഴെ കമൻറ്റ് സെക്ഷനിലേക്ക് പോവുക. നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടത്, ഞാൻ മിക്ക മോഡലിൻ്റെയും പേര് പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഏത് മോഡലാണ് വേണ്ടത്, നിങ്ങളുടെ ഫോൺ ഏതാണെന്നുള്ള കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് ഞാൻ റിപ്ലൈ തന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് അഡ്രസ്സ് വാങ്ങിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ഞാൻ ഇന്ന് കാണിച്ച പ്രോഡക്ട്സിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ റിങ്കയുടെ വെബ്സൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. എഗെയിൻ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ഗൈസ്.